പലതവണ വിവാദ പ്രസംഗങ്ങളിലൂടെയെല്ലാം സ്വയം പെട്ടുപോയൊരു മനുഷ്യനാണ് പി സി ജോർജ്. ഇപ്പോൾ ബി ജെ പി നേതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം വീണ്ടും അത്തരമൊരു വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുക കൂടിയാണ്. ഇത്തവണ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്, അവഹേളിച്ചിരിക്കുന്നത്. ഗാന്ധി ദൈവം തമ്പുരാനാണെന്ന ചോദ്യമൊക്കെ ഉയർത്തിക്കൊണ്ട് പി സി ജോർജ് വീണ്ടും വാർത്തകളിൽ നിറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പി സിയുടെ വെറും അഹങ്കാരമാണോ, അതോ താനിപ്പോൾ ബി ജെ പിയിലായതുകൊണ്ട് തനിക്ക് ബി ജെ പിയിൽ വലിയ സംഭവങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം കിട്ടുമെന്നൊക്കെയുള്ള അമിത ആത്മവിശ്വാസത്തിന്റെ പുറത്താണോ ഇത്തരം രീതിയിലുള്ള വിവാദ പ്രസ്താവനകളൊക്കെ നടത്തുമെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ പി സി ജോർജ് ഇപ്പോൾ രാഷ്ട്രീയമായൊരു എടുക്കാച്ചരക്കായി സ്വന്തം വീടിന്റെ കോലായിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 10 വർഷം മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജിനുണ്ടായിരുന്ന ഒരു ഗമയും പേരും പെരുമയും ഒക്കെ, അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഗരിമയൊക്കെ ഇന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, പി സി ജോർജ് വന്നാൽ തന്നെ അതൊരു ആവേശമായി കൊണ്ടു നടന്ന ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ആവേശമായി മാറുന്നൊരു മനുഷ്യനാണ് പി സി ജോർജ്. ഇന്നിപ്പോഴത്തെ ആ അവസ്ഥയെല്ലാം മാറി വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കേണ്ട സാഹചര്യമാണ്. രാഷ്ട്രീയപരമായി അദ്ദേഹം ഇന്ന് അപ്രസക്തനായി കഴിയുകയും ചെയ്തു. പല്ലുകുഴിഞ്ഞൊരു സിംഹം എന്നോണം അങ്ങനെ ഒന്നും പറഞ്ഞാൽ മാത്രം പോരാ, അതിലും ദയനീയമായ അവസ്ഥയിലേക്ക് ആരും എടുക്കാതെ ദയനീയമായി ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. എന്നാൽ ഈ മനുഷ്യനെന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ വിളിക്കാൻ പോലും വലിയ തരത്തിൽ പ്രയാസം വരുന്നതാണ് പലരും പറഞ്ഞു വെക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നാക്ക് അത്രയും വൃത്തികെട്ടതാണ്, അത്രയും ദുഷിച്ചതാണ്. ഇതിനിടയിൽ പൂഞ്ഞാറിൽ വീണ്ടും മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പൂഞ്ഞാറിൽ പി സി ജോർജ് തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചർച്ചാ വിഷയം ഉണ്ടാകണമല്ലോ. അതിനുവേണ്ടി അദ്ദേഹം തന്റെ രാഷ്ട്രീയ കളം വീണ്ടും മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ ഷൂ നക്കുന്ന സംസ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് പോലെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ കാല് വരെ പിടിക്കുന്ന, അല്ലെങ്കിൽ മാപ്പിരക്കുന്ന രീതിയിലേക്ക് ജോർജ് മാറുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന സൂചനകളല്ല. കാരണം അത്രത്തോളം വിദ്വേഷം അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ, അവിടുത്തെ നാട്ടുകാർക്കെതിരെയൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയെല്ലാം അത്രയും മോശമായ രീതിയിൽ ഒരുപക്ഷെ ഒരു മനുഷ്യനും പറയാത്ത രീതിയിലൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ആദ്യ സൂചനകൾ ഇപ്പോൾ ഇതാ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാര്യം പി സി ജോർജിന് കാല് പിടിച്ചേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലേക്കുള്ള സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി എപ്പോഴും മുസ്ലിങ്ങളെ ജിഹാദികളെന്നും പാകിസ്ഥാൻ പ്രേമികളെന്നൊക്കെ വിളിച്ച് നിരന്തരമായി ഛർദ്ദിച്ചു കൊണ്ടിരുന്ന ജോർജ് ഇപ്പോൾ ആ ഛർദ്ദിലൊക്കെ സ്വയം വിഴുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു. അത്രത്തോളം വിഷമം പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തവണ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് പി സി ജോർജ് ഏറ്റവും വലിയ എതിരാളിയാക്കി മാറ്റിയിരിക്കുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നെന്ന് പറയുന്നത് മണ്ടത്തരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടീഷുകാർ മൊത്തം ഇവിടുന്നെല്ലാം കഴിച്ചുകൊണ്ട് മൊത്തം കടിച്ചു ചീന്തി ഒന്നുമില്ലാതാക്കിയപ്പോൾ ഇനി ഇവിടെ നിന്നൊന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇട്ടേച്ച് പോയതാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഗാന്ധി സമരം ചെയ്തുണ്ടാക്കിയെന്നാണൊക്കെ മണ്ടത്തരം എന്നോടാരും പറയതെന്നുമാണ് ജോർജിന്റെ വാദങ്ങളെല്ലാം. ഗാന്ധിജി ആഫ്രിക്കയിൽ ചെന്ന് ചവിട്ട് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ അദ്ദേഹം 2 പെൺകൊച്ചുങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നു എന്നല്ലാതെ ഒരു ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല എന്നും ഇയാൾ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതെന്ന് പറയുന്നത് വെറും മടയത്തരമാണെന്നും ഇയാൾ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. പേര് മാറ്റുന്ന സൗകര്യം ഗാന്ധിയുടെ ദൈവം തമ്പനല്ലോ. മഹാത്മാഗാന്ധി ദൈവം തമ്പനാണോ എനിക്കറിയത്തില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന അങ്ങനെ അവതാരം കൊണ്ടാണല്ലോ. ബ്രിട്ടീഷുകാരൻ നമ്മളെ കടിച്ചു ചെയ്ത് ഒന്നും ഇല്ലാതാക്കി മറ്റ് പരിചയമൊന്നും കിട്ടാനില്ലാതെ ഇട്ടേച്ച് പോയതാവൻ. അതിന് എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഗാന്ധി സമരം ചെയ്ത് ഉണ്ടാക്കിയെന്നൊക്കെ മണ്ടത്തരം പറയാതെ നിങ്ങളെപ്പോലുള്ള ഷാബിയെപ്പോലുള്ള ആളുകൾ ഈ മഠയത്തിനും ചെറുപ്പക്കാർ. ഗാന്ധിജി ഒന്നും ഒരു ചുക്കം ചെയ്യില്ല. എപ്പോഴാണ് വന്നേ? ആഫ്രിക്കയിൽ ചെന്ന് ചവിട്ട് മടിച്ചിട്ടുണ്ട്, അത് ശരിയാ. ആഫ്രിക്കയിൽ ചെന്ന് ചവിട്ട് മടിച്ചു, ഇവിടുന്ന് ആരും ചവിട്ടിയില്ല. ഇവിടെ പുള്ളി എന്നാ 2 പെങ്കൊച്ചുകളെ തോളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോയതല്ലാതെ ഒരു ഉത്തരവും നമ്മളാരും ചെയ്തിട്ടില്ല. പുള്ളിയെ ഉപദ്രവിച്ചിട്ടുമില്ല. പിന്നെ എന്നാ പറയുന്നത്, പുള്ളി ഇവിടെ വന്നിട്ട് ഞാൻ ആ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നു എന്നാ വലിയ സമരമാ. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇട്ടേച്ച് പോയി. ബ്രിട്ടീഷുകാരന് വേണ്ടെന്നായി. നാം ആലോചിക്കണം, ഇപ്പോൾ കണ്ട വീഡിയോയിലുള്ളത് പി സി ജോർജ് അതിരൂക്ഷമായി മഹാത്മാഗാന്ധി, അതായത് രാഷ്ട്രപിതാവിനെ പോലും മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മഹാത്മാഗാന്ധി ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവല്ല എന്ന് ഏതെങ്കിലും ഒരു നിയമമോ കോടതി ഉത്തരവോ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഇതിനപ്പുറം സംസാരിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ നമ്മുടെ ഭരണഘടന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, ജനാധിപത്യ സ്വഭാവത്തെയൊക്കെ എപ്പോഴും ബഹുമാനിക്കുന്ന ആളുകളാണ്. ബ്രിട്ടീഷുകാരുടെ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തെ എപ്പോഴും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകളാണ്, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷേ അതിന് കാരണക്കാരനാണെന്ന് നമ്മുടെ ഈ തലമുറയും മുന്നത്തെ തലമുറയും വരും തലമുറയും, അല്ലെങ്കിൽ നമുക്കിനി ശേഷമുള്ള തലമുറയും ഒക്കെ
പഠിക്കുന്ന, ഉൾക്കൊള്ളുന്ന, മനസ്സിലാക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെയാണ് ഇയാൾ ഇതുപോലെ അവഹേളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഒന്ന് പ്രസിദ്ധനാവണം എന്നുള്ളത് മാത്രമാണ്. ഒന്ന് ഗംഭീരമായി ലൈംലൈറ്റിൽ വീണ്ടും നിറഞ്ഞു നിൽക്കണം. ആളുകൾ വിചാരിക്കും എപ്പോഴും ഈ മുസ്ലിങ്ങളെ തെറി വിളിക്കുന്ന PC ജോർജ് എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത് എന്നുള്ളതാണ്. അത് പേടിച്ചിട്ട് മാത്രമാണ്. താൻ തിരഞ്ഞെടുപ്പിൽ നിന്നാൽ 8 നിലയിൽ വട്ടത്തിൽ പൊട്ടുമെന്ന ബോധ്യമുള്ളത്, അല്ലെങ്കിൽ ആ ബോധ്യത്തിൻ്റെ പുറത്തുള്ള നീക്കമാണ് ഇതെല്ലാം. ഒരിടത്ത് തനിക്ക് പ്രശസ്തനാവണമെന്നും ആ ചുരുണ്ടുകൂടി ഒന്നുമല്ലാതെ കിടക്കുന്ന ആ കിടപ്പിൽ നിന്നും ഒരു മോചനം വേണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ ഇനി തെറി വിളിച്ചാൽ പൂഞ്ഞാറിൽ തിരിച്ചടി കൂടുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയുകയും ചെയ്യാം. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. PC ജോർജിനെ പോലൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് സംസാരിക്കാൻ കഴിയുന്നതും അത്ഭുതകരമായ കാര്യമാണ്. ഒരു കാലത്ത് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളെല്ലാം ഈ ഒറ്റ പ്രസംഗം കൊണ്ട് അദ്ദേഹം തന്നെ സ്വയം റദ്ദാക്കിയിരിക്കുകയാണ്. ഗാന്ധിജിയെ പോലൊരു ബിംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിലൂടെ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണോ എന്നുള്ളതുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് PC ജോർജ് ഒരു ഫയർ ബ്രാൻഡായിരുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും കൊള്ളതായ്മക്കെതിരെയെല്ലാം, അല്ലെങ്കിൽ അത്രത്തോളം കൊള്ളതായ്മയ്ക്കെല്ലാം എതിരെ ആ നാവ് ഉയരുന്നുണ്ടായിരുന്നു. നാട്ടിലെ കള്ളന്മാരും കൊള്ളക്കാർക്കുമെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. KCB ഓഫീസിൽ കയറിയ ഉദ്യോഗസ്ഥരോട് പൊരുതിയ ആ ജോർജിനെ നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. അവർ ഇന്നും അത് മറന്നിട്ടുമില്ല. അന്ന് ജാതി മതഭേദമന്യേ ആൾക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ആ മനുഷ്യനെ അത്രയും വ്യക്തിപരമായി അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ ഉൾപ്പെടുന്ന പലരും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വർഗീയതയും വിദ്വേഷം വിളമ്പാൻ തുടങ്ങിയതോടെ അയാളുടെ ഇടപാട് അതോടെ തീർന്ന സാഹചര്യമാണ്. മുമ്പ് മുസ്ലിങ്ങൾ വന്ധ്യംകരണ മരുന്ന് ചായയിൽ കടത്തി കൊടുക്കുമെന്ന് പച്ചക്കള്ളം പറഞ്ഞ ആളാണ് ഈ PC ജോർജ്. ലുലു മാൾ കൊള്ളയടിക്കാനാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. ജസ്ന ബേരി ജെയിംസ് സിറിയയിൽ ആടുമയ്ക്കാൻ പോയി എന്നൊക്കെ യാതൊരു എളുപ്പമില്ലാതെ നുണ പറയുന്ന സാഹചര്യം ഉണ്ടായി. വായ തുറന്നാൽ പച്ചക്കള്ളം മാത്രം പറയുന്ന വിഷം തുപ്പുന്നൊരു വിഷജന്മമായി അദ്ദേഹം മാറുന്ന സാഹചര്യം ഉണ്ടായി. മകൻ ഷോൺ ജോർജിന്റെ രാഷ്ട്രീയ ഭാവി പോലും പിതാവിന്റെ ഈ നാക്ക് കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഷോൺ അത്യാവശ്യം വിവരമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നല്ല രീതിയിൽ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. രാഷ്ട്രീയം സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. BJP-കാരനാണെങ്കിലും അയാൾ ഇത്രയും അധപ്പതിച്ച് സംസാരിക്കാറുമില്ല. സ്വന്തം മകന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഇത്തരത്തിൽ വായ തുറക്കുന്നത് ആത്മഹത്യാപരം കൂടി തന്നെയാണ്. കേരളം പോലൊരു മതേതര സമൂഹത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നത് അത് ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനി മുസ്ലിങ്ങളായിക്കോട്ടെ, അതല്ല ഹിന്ദുക്കളായിക്കോട്ടെ, ഇനി ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഇനി മതമില്ലാത്തവരായിക്കോട്ടെ, ഇതിൽ ആര് വർഗീയത പറഞ്ഞാലും അത് കേരളത്തിലെ ഒരാളും അംഗീകരിക്കില്ല, അംഗീകരിക്കാൻ കഴിയുകയില്ല. PC ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന് വെറും ഒരു പരിഹാസ കഥാപാത്രമായി മാറിയതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ജോർജിൻ്റെ പുതിയ നാടകങ്ങളും പുതിയ ഇൻ്റർവ്യൂകളും പുതിയ പ്രസ്താവനകളൊക്കെ ഇനി വരാനും പോവുകയാണ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം വീടുകളിൽ ചെന്ന് ചായ കുടിക്കാനും അവരെ കെട്ടിപ്പിടിക്കാനും അയാൾ ഇറങ്ങുകയും ചെയ്യും. ഞാൻ SDP-കാരെയാണ് എതിർത്തത്, അല്ലാതെ മുസ്ലിങ്ങളെ അല്ല എന്ന് മൊത്തത്തിൽ പറയുകയും മാപ്പിരക്കാൻ സാധ്യതയുണ്ട്. കാരണം പൂഞ്ഞാറിൽ മുസ്ലിം വോട്ടുകൾ ഇല്ലാതെ ജയിക്കാൻ PC ജോർജിന് യാതൊരു കാരണവശാലും കഴിയില്ല. സംഘപരിവാറിന്റെ സംരക്ഷണം ഉണ്ടെന്ന ധൈര്യത്തിലായിരിക്കും ജോർജ് ഗാന്ധിയെ വരെ ചീത്ത വിളിക്കുന്നത്. പക്ഷേ പിണറായിയുടെ പോലീസും തന്നെ ഒന്നും ചെയ്യില്ല എന്നാൽ കരുതുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം കൂടി ഇവിടെ ഉറപ്പാണ്. പിണറായി സർക്കാരിൻ്റെ നട്ടല്ലുണ്ടെങ്കിൽ ഈ രാഷ്ട്രപിതാവിനെ അവഹേളിച്ചതിന് ജോർജിനെതിരെ ഒരു കേസെങ്കിലും എടുക്കണം. അകത്തിടണമെന്നൊന്നും പറയുന്നില്ല, കുറഞ്ഞതൊരു FIR എങ്കിലും എടുക്കാൻ തയ്യാറാവണം. ഗാന്ധിയെ അധിക്ഷേപിച്ചാൽ മുസ്ലിങ്ങൾ തന്നെ പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകാം. എന്നാൽ അന്ധമായ വർഗീയ വിളമ്പിയ ഒരാളെ ജനങ്ങൾ അത്ര പെട്ടെന്നൊന്നും സ്വീകരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. 25,000 വോട്ടിന് മേലെ ഭൂരിപക്ഷത്തെ വിജയിച്ചിരുന്ന ഒരാൾക്ക് ഇന്ന് ചാനൽ ചർച്ചകളിൽ പോലും സ്ഥാനമില്ലാത്ത അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ആരും ഇയാളെപ്പോൾ വിളിക്കാറില്ല. എന്തിനാണ് ഇത്തരത്തിലൊരു വായ തുറക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇതിനെ കേൾക്കാൻ ആളുകൾ വരുന്നതെന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. ദുർഗന്ധം തുപ്പുന്ന ഇമാതിരി വർത്തമാനങ്ങൾ കേൾക്കാൻ മലയാളികൾക്ക് ഇനി താല്പര്യമില്ല. സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ രാഷ്ട്രപിതാവിനെ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവ് അധപ്പതിക്കുന്നത് അത്യന്തം ഖേദകരം കൂടിയാണ്. ജോർജിന്റെ ഈ നീക്കം അദ്ദേഹത്തിന് തന്നെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തെ ആണിയായി മാറുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. PC ജോർജിനോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. താങ്കൾ ആ പഴയ ഫയർ ബ്രാൻഡ് നേതാവായി തിരിച്ചു വരികയാണെങ്കിൽ അത് കേരളത്തിന് ഗുണകരമാകുക തന്നെ ചെയ്യും. അല്ലാതെ വിദ്വേഷവും വർഗീയതയും മുസ്ലിം വിരോധവും ഒക്കെ ഇട്ട് നടന്നാൽ അത് ആർക്കും അംഗീകരിക്കാനും കഴിയില്ല. പ്രബുദ്ധരായ മലയാളികളെ താങ്കളെ ചവറ്റുകുട്ടയിൽ എറിയുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിലോ BJP-ലോ വലിയ സ്ഥാനങ്ങൾ സ്വപ്നം കണ്ടായിരിക്കാം ജോർജ് ഈ പണിക്കെല്ലാം ഇറങ്ങുന്നത്. പക്ഷേ ജനങ്ങൾ നൽകിയ ബിംബം തകർന്നു കളഞ്ഞത്, അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞത് അദ്ദേഹം മാത്രമാണ്. സുരേഷ് ഗോപിയെ പോലുള്ളവർ BJP-യിൽ നിന്ന് വിജയിക്കുമ്പോൾ അവർക്ക് പിന്തുണ നൽകുന്ന ഒരു വലിയ വിഭാഗം തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ PC ജോർജിന്റെ പിന്തുണ അങ്ങനെയുള്ളതായിരുന്നില്ല. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട, അല്ലെങ്കിൽ ഒരു മതത്തിലും പെടാത്ത, ഒരു ജാതിയിലും പെടാത്ത, ഞങ്ങൾക്ക് മതമില്ല എന്ന് പറയുന്നവർ പോലും അത്തരത്തിലുള്ള സാധാരണക്കാരായിരുന്നു PC ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ വലിയ ഇമേജാണ് ഇന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് വല്ല പദവികളും കിട്ടുന്നതിനേക്കാൾ വലുതാണ് ജനങ്ങൾ എല്ലാത്തിനും അതീതമായ ഒരു മനുഷ്യനെ നേതാവായി അംഗീകരിക്കുക എന്നുള്ളത്. അത് PC ജോർജ് സ്വയം കളഞ്ഞു കുളിച്ചു എന്നുകൂടി പറയേണ്ടി വരും. ഇനിയെങ്കിലും നന്നാവാൻ തീരുമാനിച്ചിട്ടാണ് ഇത്തരം മലക്കം മറിച്ചിലുകളെല്ലാം നടത്തുന്നതെങ്കിൽ അത് കൊള്ളാവുന്നതാണ്. പക്ഷേ
ഭാരതീയരുടെ ആത്മാഭിമാനമായ അല്ലെങ്കിൽ അഭിമാനമായ മഹാത്മാഗാന്ധി അപമാനിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് ജോർജ് കരുതുന്നുണ്ടെങ്കിൽ അതിന് വലിയ വില തന്നെ നൽകേണ്ടി വരും. സ്വന്തം കുഴി തോണ്ടി അതിൽ കിടക്കുന്ന PC ജോർജിനെയാണ് ഇന്ന് കേരളം കാണുന്നത്. ജനങ്ങളെല്ലാം കയ്യോടെ പിടിക്കുന്നുണ്ട്, അവരെല്ലാം കൃത്യമായി കാണുന്നുമുണ്ട്. അവിടെ അത്രത്തോളം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായി ജനങ്ങൾ മറുപടി നൽകും. കാരണം PC ജോർജ് എന്ന നേതാവിനെ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നതാണ്. അത് രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന നേതാവാണ്. കാരണം എവിടെ എന്ത് കള്ളം നടന്നാലും, എന്ത് അഴിമതി നടന്നാലും, എന്ത് പൊള്ളത്തരം നടന്നാലും അതിനെതിരെ വാതുറക്കുന്ന ആദ്യ നേതാവ് അല്ലെങ്കിൽ ആദ്യ രാഷ്ട്രീയക്കാരൻ PC ജോർജ് ആയിരുന്നെന്നും അല്ലെങ്കിൽ PC ജോർജ് ആണെന്നുള്ളതും കേരളത്തിലെ മലയാളി സമൂഹം ഒന്നടക്കം തിരിച്ചറിഞ്ഞതാണ്. അവരതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഒന്നടക്കം കൂടെ നിന്നിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് PC ജോർജ് നടത്തുന്ന ഓരോ പ്രസ്താവനകളും, ഓരോ വാക്കുകളും, ഓരോ മൊഴികളും അവിടെ അത്രത്തോളം വിദ്വേഷം നിറഞ്ഞത് മാത്രമായി മാറുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ സിംഹം എന്നൊക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പൂഞ്ഞാറിൻ്റെ സിംഹം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ നേതാവ് ഇന്ന് തൊട്ടടുത്ത് ചായ കുടിക്കാൻ പോലും ആൾക്കാരില്ലാതെ അല്ലെങ്കിൽ കൂടെ പോകാൻ പോലും ആളില്ലാതെ സ്വന്തം വീട്ടിൻ്റെ 4 ചൂരൽക്കുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് PC ജോർജിൻ്റെ നാവ് കൊണ്ട് മാത്രമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്.